തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റമുണ്ട്. 2 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. കൊല്ലത്തും തിരുവനന്തപുരത്തും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് കർശനമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുനിഷ അയിലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒഴികെ ശക്തമായ മഴയും നൽകുന്നു. മുന്നറിയിപ്പുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മധു, വീണ്ടും അതിശക്തമായ മഴ അത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. പുതിയ മുന്നറിയിപ്പ് പ്രകാരം 12 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഈ മധ്യ കേരളത്തിലടക്കം ഇപ്പോഴും മഴ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മഴയ്ക്ക് തീവ്രത കുറയുമെങ്കിൽ പോലും 6-7 തീയതികളിൽ വീണ്ടും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. മറ്റൊന്ന്, ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ മഴ തുടരുമെന്നുള്ളതാണ്. നിലവിലിപ്പോൾ 6 അണക്കെട്ടുകളിലും റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. മൂഴിയാർ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിലെ റെഡ് അലർട്ട് അത് തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ പമ്പാ നദിയിലും മീനച്ചിലും ഒക്കെ ഇപ്പോഴും ഓറഞ്ച് അലർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നദിക്കരയിൽ താമസിക്കുന്നവരെല്ലാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നു എന്നാണ്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും മഴ ശക്തമാകും. കഴിഞ്ഞ ദിവസം ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെയോടുകൂടി തന്നെ മഴയുടെ സ്ഥിതി മാറിയതിന് പിന്നാലെ ഓറഞ്ച് അലർട്ട് നൽകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ 12 ജില്ലകൾക്ക് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറുകളിലും മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് മാധു. ഓക്കെ, സുനിഷയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരളത്തിൽ ആകമാനം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട്. മുന്നറിയിപ്പുകൾ പരിഗണിക്കേണ്ടതുണ്ട്.